ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ചൈനീസ് ഓറഞ്ചാണ് കേട്ടോ. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇത് ഒരുപാട് ഉണ്ടാകുന്നതുകൊണ്ട് അപ്പോൾ പഴുത്ത് ചാടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് ഞാനത് പറിച്ചെടുത്ത് സ്ക്വാഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മുറിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ടുണ്ട്. അത് കുരുവെല്ലാം കളയാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നന്നായിട്ട് നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്യാമറയിൽ അത്ര കളർ കിട്ടുന്നില്ല, കുറച്ചും കൂടെ നല്ല കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. ഇതിൽ പഞ്ചസാര ചേർക്കണം. പഞ്ചസാര മാത്രം ചേർത്താൽ മതി. ഇത് ഞാൻ കുറച്ച് ഏലക്കായും കൂടെ ഇതാ പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഏലക്കായിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത് നല്ല പുളിയാണ് കേട്ടോ. ചൈനീസ് ഓറഞ്ചിന് നല്ല പുളിയുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഇളക്കി ഇത് കുറുക്കി വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് കുറുകി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം വെക്കണം കേട്ടോ. അത്യാവശ്യം കുറേ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പം എന്നിട്ടും പുളി തന്നെയാണ് കേട്ടോ. നല്ലപോലെ പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഇത് സ്ക്വാഷായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ നേരത്ത് വെള്ളത്തിലിത് കുറച്ച് ആവശ്യത്തിനെടുത്ത് മിക്സ് ചെയ്യുക. പഞ്ചസാര ഇടണം കേട്ടോ. വെള്ളം കലക്കാൻ നേരത്ത് കുറച്ച് പഞ്ചസാരയും ചേർക്കണം. നല്ല പുളി ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം കലക്കിയെടുക്കുമ്പോൾ ടാങ്കൊക്കെ കലക്കിയെടുക്കുന്നത് പോലെ തന്നെ ഇതും കലക്കാൻ നേരത്ത് പഞ്ചസാര ചേർത്ത് ആവശ്യത്തിന് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അങ്ങനെ എടുത്ത് കുടിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് കുടിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചൈനീസ് ഓറഞ്ച് ഉള്ളവരൊക്കെ അത് കളയാതെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മഴക്കാലത്ത് ഒത്തിരി ഉണ്ടാകുന്ന സാധനമാണ്. വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യാം. മഴക്കാലത്ത് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഒരുപാട് ഇങ്ങനെ ചാടിപ്പോകും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.